അഹമ്മദാബാദിലെ വിമാന ദുരന്തം അല്പസമയം മുമ്പ് പുറത്തുവന്ന ഹോങ്കോങ്ങിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കിയെന്ന വാർത്ത. ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് തീർത്ഥാടക സംഘം മടങ്ങിയ ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ച സാഹചര്യം. ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന വ്യോമയാന ദുരന്ത വാർത്തകൾ പുറത്തുവരുമ്പോൾ യാത്രക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സേഫ് ആണോ ആകാശയാത്ര? ഉത്തരവുമായെത്തുന്നു 24 എക്സ്പ്ലെയിനറിൽ നിഖിൽ പ്രമേഷ്. നിങ്ങളുടെ കാറിൽ വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ സുരക്ഷിതമാണ് നിങ്ങളുടെ വിമാനയാത്ര എന്നാണ് രാജ്യാന്തര മാധ്യമമായ CNN തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. കർശന നിയമങ്ങൾ തന്നെയാണ് ആകാശയാത്രയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും യാതൊരു പ്രശ്നവും കൂടാതെ ആകാശത്ത് പറക്കുന്നുണ്ട്. അത്യപൂർവമായേ സംഭവിക്കാറുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അപകടങ്ങൾ വലിയ വാർത്തകളാകുന്നു എന്ന് മാത്രം. ഇത് മാത്രമല്ല കേട്ടോ, ഓരോ അപകടങ്ങളും വലിയ അന്വേഷണങ്ങളിലേക്കും തിരുത്തലുകളിലേക്കുമാണ് എയർലൈൻ മേഖലയെ ചെന്നെത്തിച്ചിട്ടുള്ളത്. എയർലൈനുകളുടെ വ്യാപാര സംഘടനയായ അയാട്ട 2025 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ 7 വലിയ അപകടങ്ങളാണ് 2024 നടന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 2023 ഇത് 72 ആയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ വ്യോമഗതാഗത വ്യവസായത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷാ പ്രകടനം 61% മെച്ചപ്പെട്ടതായി അയാട്ടയുടെ 2023 സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നു. 2018 22 ഇടയിലുള്ള കാലയളവിൽ ഓരോ ബോർഡിങ്ങിലും മരണസാധ്യത 137 ലക്ഷത്തിൽ 1 എന്നുള്ള നിലയിലായിരുന്നു. 1968 മുതൽ 1977 വരെയുള്ള കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ 3,50,000 യാത്രകളിൽ 1 മരണം എന്ന രീതിയിലായിരുന്നു അപകട സാധ്യത. വിമാനയാത്രയെക്കുറിച്ചുള്ള ആശങ്ക, എയറോഫോബിയ അമേരിക്കയിൽ മാത്രം 25 ദശലക്ഷത്തിലധികം മുതിർന്ന ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എക്സ്പോഷർ തെറാപ്പിയിലൂടെ ഈ ഉത്കണ്ഠ കുറയ്ക്കാനാകുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായ യാത്രകൾ തുടരട്ടെ, എയർലൈൻ മേഖലയിലെ കൂടുതൽ തിരുത്തലുകളും.